വയനാട്ടിലെ ദുരിതബാധിതർക്ക് കാരുണ്യ സ്പർശവുമായി കേരള സർക്കാർ. ദുരിതബാധിതർക്കുള്ള എല്ലാ സഹായവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ സർക്കാർ നൽകുന്നതിനാൽ സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ ദുരിതാശ്വാസ നിധിയിലൂടെ നൽകണമെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ്. വയനാട്ടിലെ ദുരിതബാധിതർക്ക് ദുരിതാശ്വാസ സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭ്യമാക്കുക. ദുരിതബാധിതർക്ക് എല്ലാ സഹായവും സർക്കാർ നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ ആയിരിക്കുമെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ് അറിയിച്ചു. ഇതിനു പുറമെ അവശ്യ സാധനങ്ങൾ അടക്കമുള്ളവ നൽകാൻ താൽപര്യമുള്ളവർക്ക് കടവന്ത്ര റീജിയണൽ സ്പോർട്സ് സെന്ററിൽ ആരംഭിക്കുന്ന കളക്ഷൻ സെന്ററിൽ സാധനങ്ങൾ എത്തിക്കാവുന്നതാണ്. ഔദ്യോഗിക ദുരിതാശ്വാസ പ്രവർത്തകരല്ലാത്തവർ ആരും വയനാട്ടിലേക്ക് പോകരുതെന്നും മറ്റുള്ളവർ പോയാൽ പ്രാദേശിക സാഹചര്യം കാരണം വഴിയിൽ തടയുവാൻ സാധ്യതയുണ്ടെന്നും കളക്ടർ പറഞ്ഞു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കടവന്ത്ര റീജിയണൽ സ്പോർട്സ് സെന്ററിൽ ആരംഭിച്ച കളക്ഷൻ കേന്ദ്രം മന്ത്രി P. രാജീവ് സന്ദർശിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിയാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കമ്പനികൾ, സ്ഥാപനങ്ങൾ അവരുടെ CSR ഫണ്ട് പരമാവധി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയണം. വ്യക്തികൾ ചെറിയ സംഭാവനയാണെങ്കിൽ പോലും അത് വലിയൊരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന ധാരണയിൽ അവരുടെയും സംഭാവനകൾ ഇപ്പോൾ ഇവിടെ പലരും ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത് QR കോഡ് ഉൾപ്പെടെ അതുപോലെ മറ്റ് അക്കൗണ്ട് ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിയാവുന്ന രൂപത്തിൽ ഇപ്പോൾ 10 രൂപയെങ്കിൽ 10 രൂപ, 1000 രൂപയെങ്കിൽ 1000, അതിനപ്പുറത്താണെങ്കിൽ അതിനപ്പുറത്തേക്ക്. അപ്പോൾ അങ്ങനെയുള്ള സഹായങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. രുചിയിൽ വ്യത്യസ്തത തേടി പോകുന്ന മലയാളികൾക്കൊപ്പമാണ് എന്നും നമ്മുടെ സോൾട്ട് റെസ്റ്റോറന്റ്. ഇനി മുതൽ പുതിയ രുചികളുടെ മേളമൊരുക്കി സോൾട്ട് കാക്കനാട് വരുന്നു. ഈ വരുന്ന ജൂലൈ 11 മുതൽ കാക്കനാട് ഇൻഫോ പാർക്കിന് മുന്നിലുള്ള ഗ്രാൻഡ് സെന്ററിൽ നമ്മുടെ സോൾട്ടിന്റെ പുതിയൊരു ഔട്ട്ലെറ്റ് വരാൻ പോവാണ്. അപ്പൊ ഡേറ്റ് മറക്കണ്ട, ജൂലൈ 11 നമുക്ക് കാക്കനാട് സോൾട്ടിൽ വെച്ച് കാണാം.